പോന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ വരുമായിരുന്നില്ലല്ലോ. നമ്മൾ ആരും ഇത് കരുതിക്കൂട്ടി ചെയ്തതല്ല. അതെ, അതുകൊണ്ട് തന്നെ ഞാനിത് ആരോടും പറയാനും പോണില്ല. എനിക്ക് നിങ്ങളാരും ആ ചേറിൽ പതിഞ്ഞു മരിച്ച കുട്ടിയാര് ആരുമല്ല. ക്രൂരമായി പോയി കുറെ. എവിടായിരുന്നു നീ? ഞാൻ കോൺവെന്റ് വരെ പോയിരുന്നു, ആ സിസ്റ്ററുടെ കൂടെ. ഞാൻ പറഞ്ഞില്ലേ. അവിടെ നിനക്കെന്താ കാര്യം? ഒന്നുമില്ല, അവിടെ ടാബ്ലോയുടെ പ്രിപ്പറേഷൻ ഒക്കെ കണ്ടുവന്നു. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഒരു റിലീഫ്. സാർ അപ്പോഴേ പറഞ്ഞു അവിടെ പോയിരിക്കുന്നു. എന്തായാലും എല്ലാരെയും മോള് കാര്യമായിട്ടൊന്ന് തീരിയിട്ടിച്ചു. സന്ധ്യയാവുമ്പോ ക്രിസ്മസിന്റെ ബഹളം തുടങ്ങിയിരിക്കും. അയാൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പിന്നെ കൂട്ടത്തിലൊരാൾ കുറഞ്ഞു വരും, ആരും ശ്രദ്ധിക്കില്ല. ദൂരെ പോയി നോക്കിയിട്ട് റൂമിന്റെ ഭാഗത്തേക്ക് പോയാൽ മതി. ആ വട്ടുപെണ്ണിനെ വിട്ടുകളഞ്ഞ അതീ കഷ്ടമായി. അവള് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പുലുവാലാവും. ഇല്ല, അവള് പറയില്ല. എന്താ ഉറപ്പ്? അവള് നല്ല കുട്ടിയാ, പറഞ്ഞതുപോലെ അവള് ചെയ്യും. തനിക്കെന്തറിയാടൂ? എനിക്കൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ അവള് നല്ല കുട്ടിയാ. പെമ്പിള്ളേരെ കുറിച്ച് താൻ ധരിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ മണ്ടത്തരങ്ങൾ. അതെ,
ഹാപ്പി ക്രിസ്മസ് ടു യു. താങ്ക് യു സിസ്റ്റർ. എവിടെ അമ്മ? ഇവിടെ ഉണ്ട്, വിളിക്കാം. എക്സ്ക്യൂസ് മീ, ഒരു സെക്കൻഡ്. സിസ്റ്റർ എങ്ങനെയാ, കള്ളം പറയാറുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ പറയണം. വിഷമമില്ലല്ലോ? ആരെങ്കിലും ചോദിച്ചാൽ മാത്രം. എന്താ പറയേണ്ടത്? ഒന്നുമില്ല. ഞാൻ കാലത്ത് കോൺവെന്റിൽ വന്നിരുന്നു. എവിടെയായിരുന്നു? ഞാൻ വെറുതെ ആ കാടിന്റെ ഭാഗത്തൊക്കെ കറങ്ങി നടക്കായിരുന്നു. ഒറ്റയ്ക്ക്? ആ. എന്തായിരുന്നു പ്രൊവക്കേഷൻ? ഒന്നുമില്ല. പോയട്രി? നോ. വിളിച്ചോണ്ട് പോവാണെങ്കിൽ ആ വിവരം അതിന്റെ അമ്മയോടോ മറ്റൊന്ന് പറഞ്ഞിട്ട് വേണം സിസ്റ്റർ. അത്രേ ഉള്ളൂ. എന്താ മാധവൻ ആകെ ഒന്ന് വീർത്തിരിക്കുന്നത്? ബോട്ടില? ക്രിസ്മസ് അല്ലേ? അല്ലേ സിസ്റ്ററെ? ആ മുറിയിലെ പയ്യന്മാർക്ക് ഫോറിൻ വേണമെന്ന് പറഞ്ഞിരിക്കുക. ഞാനിപ്പോ ഈ നാട്ടിൽ എവിടെ പോയി തപ്പാനാ ഫോറിൻ? വിണ്ണിൻ ശാന്തി സന്ദേശം മണ്ണിൻ ആത്മഹർഷമായി നീലരാവിൻ തൂവെളിച്ചം നീന്തി വന്നു നിർമ്മലം. വീടു വിട്ടോരാട്ടിടയൻ വിങ്ങി നീങ്ങും ദുഃഖിതൻ ആശ്രയം തേടുന്നതല്ലോ ശാശ്വതം ഈ താവളം. സ്വർഗം പാടും ശാന്തിഗീതം സ്വസ്തിഗീതം പാവനം ആനന്ദത്തിൻ മന്ദഗാനം ആശ്വാസത്തിൻ കീർത്തനം. മറ്റേ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നും ശരിയാക്കി. വിണ്ണിൻ ശാന്തി സന്ദേശം മണ്ണിൻ ആത്മ. എന്താണ് പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല. എന്താണ് പറഞ്ഞതെന്ന്? കുപ്പി റെഡി ആയിരിപ്പുണ്ടെന്ന്. അപ്പൊ മറ്റൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞെങ്കിൽ മാധവൻ എങ്ങനെയാവില്ലല്ലോ പറയാ. എന്താ എന്താ? ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല.
മിലിറ്ററി സാധന ഇപ്പൊ വിശ്വസിച്ചു വാങ്ങാവുന്നത് ഇവൻ മാത്രല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ കളറ് ചേർന്ന പട്ടയല്ലേ. എന്നാ പിന്നെ തുടങ്ങാം അല്ലേ? ആ, പോർക്കിറച്ചി എങ്ങനെയാ, കഴിക്കുവോ? കൊണ്ടുവാ. ഇന്ന് സ്വൽപ്പം സ്വാമിക്കും ആകാം അല്ലേ? സ്വൽപ്പം ഇവനും. ആ, അതെനിക്കറിയാം. അതല്ലേ ഞാൻ ഗ്ലാസ് 4 കരുതിയത്. അല്ല, എവിടെ നമ്മുടെ പൊടിയൻ? അവൻ കക്കൂസിലാ. അയാൾക്ക് വേണ്ടത്രയെന്ന് ചോദിച്ചു കൊടുത്തു വിട്ടേക്കണം. അല്ലെ കക്ഷി പോയില്ല, പറ്റിമടത്ത് നിൽക്കും. അതെ, അതാ നല്ലത്. ബ്രാഹ്മണന്മാർക്ക് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ. അല്ല, മാധവേട്ടൻ ലേശം അടിക്കുകയല്ലേ? ആവാം, ക്രിസ്മസ് അല്ലേ. ഇപ്പൊ എത്ര അടിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. മതി 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 മതി, കൊല്ലല്ലോ സാറേ. അയ്യോ, എനിക്കതിന്റെ ചൊവ്വ പിടിക്കില്ല. അല്ല, ഈ ഒരു കുപ്പിയിൽ നിർത്താണ് 4 പേര്, അതും ഇന്നത്തെ പോലൊരു ദിവസം. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, വേണമെങ്കിലും പറയാലോ. മാധവേട്ടൻ അവിടെ തന്നെ ഉണ്ടാവില്ലേ? ഓ, പണ്ടാരം. Cheers. എടുക്കടാ. ഞാൻ കുടിക്കണില്ല. കുടിക്കടാ. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. സ്വാമി, നിനക്ക് എങ്ങനെ ഇത് കഴിയുന്നു? അവനെ കൊന്ന് ചേറിൽ താത്തിയിട്ട്